ഗുണ്ടകളും ക്രിമിനൽ സംഘങ്ങളും അരങ്ങുവാഴുന്ന നാട്. തോക്കും വടിവാളും മാരകായുധങ്ങളുമായി ഭീതി വിതയ്ക്കുന്ന കാഴ്ച. ഗുണ്ടകൾക്ക് പിറന്നാൾ ആഘോഷിക്കാം, പാർട്ടികൾ നടത്താം. ഈ നാട്ടിൽ നിയമം നടപ്പാക്കേണ്ട പോലീസ് അവിടെ പലപ്പോഴും കാഴ്ചക്കാരായി നോക്കി നിൽക്കും. പോലീസിന്റെ സാന്നിധ്യം പതിവായുള്ള കാട്ടാക്കടയിൽ 150ഓളം ഗുണ്ടകൾ ഒത്തുകൂടിയത് ഈ സംസ്ഥാനത്തെ പോലീസ് അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അത് ആരുടെ വീഴ്ചയാണ്? ഗുണ്ടാ നേതാവ് ഔറംഗസേബിന്റെ കാമുകിയുടെ പിറന്നാൾ ആഘോഷത്തിനെത്തിയത് നിസ്സാരക്കാരൊന്നുമല്ല. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളും കൊടും കുറ്റവാളികളുമായ അർജുൻ ആയങ്കിയും മുട്ടട നിതിനും കാട്ടാക്കട ഹരീഷും ഉൾപ്പെടുന്ന സംഘം. ആരാണിവർക്ക് തണലൊരുക്കുന്നത്? ഗുണ്ടകളെ അമർച്ച ചെയ്യുമെന്ന് പറയുന്ന പോലീസിന് ഇവിടെ എന്താണ് പണി? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കൊച്ചിയിലെ ഗുണ്ടാ നേതാവ് ഔറംഗസേബിന്റെ ആഗ്രഹം തൻ്റെ കാമുകിയുടെ പിറന്നാൾ അടിച്ചു പൊളിക്കണം. അതിനയാൾ കൂട്ടുകാരെയെല്ലാം വിളിച്ചു കൂട്ടി. അർജുൻ ആയങ്കി മുതൽ മുട്ടട നിതിൻ, കാട്ടാക്കട ഹരീഷ്, കാട്ടാക്കട ശ്രീകുമാർ തുടങ്ങി പേര് കേട്ടാൽ പേടിക്കുന്നവരെല്ലാം പാർട്ടിയിൽ പങ്കെടുക്കാനെത്തി. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിലെ കുപ്രസിദ്ധ ഗുണ്ടകളെ കാമുകി അലീനയുടെ പിറന്നാൾ ആഘോഷത്തിന് ഔറംഗസേബ് ക്ഷണിച്ചു. വൈറ്റിലെ ബാർ ആക്രമണ കേസിൽ ഒന്നാം പ്രതിയായ ഔറംഗസേബ് ഒളിവിൽ കഴിയുന്ന തിരുവനന്തപുരം കാട്ടാക്കടയിലെ റിസോർട്ടിലാണ് എല്ലാവരും സംഘടിച്ചത്. ബാറിൽ വടിവാൾ വീശിയ കേസിൽ പ്രതിയായ നടി അലീനയുടെ പിറന്നാൾ ആഘോഷിച്ചത് പോലീസ് അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ നാണക്കേടാണ്. ഗുണ്ടാ നേതാവ് ഔറംഗസേബിന്റെ കാമുകിയും നടിയുമായ അലീനയുടെ പിറന്നാളാഘോഷം നടക്കുന്ന കാട്ടാക്കടയിലെ റിസോർട്ട് ഉച്ച മുതൽ ആഘോഷം പൊടിപൊടിക്കുന്നുണ്ട്. ഒട്ടേറെ അതിഥികളെ ചടങ്ങിന് ക്ഷണിച്ചിരുന്നു. രാത്രിയായപ്പോൾ ബർത്ത്ഡേ പാർട്ടി ഗുണ്ടാ മീറ്റപ്പായി മാറി. അർജുൻ ആയങ്കി, മുട്ടട നിതിൻ, കാട്ടാക്കട ഹരീഷ്, കാട്ടാക്കട ശ്രീകുമാർ എന്നിവരുൾപ്പെടെ നാടിനെ വിറപ്പിച്ചിട്ടുള്ള ഗുണ്ടകളെല്ലാം പാർട്ടിയിലുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിലെ 140ഓളം ക്രിമിനൽ സംഘാംഗങ്ങൾ കാട്ടാക്കടയിലെ റിസോർട്ടിലെത്തിയിരുന്നു. കാട്ടാക്കട പോലീസ് സ്റ്റേഷന് വെളിപ്പാടകലെ നടന്ന ഗുണ്ടാ സംഗമം പോലീസ് അറിഞ്ഞില്ല എന്നതാണ് അത്ഭുതം. പിറന്നാൾ ആഘോഷത്തിന്റെ ദൃശ്യങ്ങൾ ഔറംഗസേബ് തന്നെയാണ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത്. ഗുണ്ടാ മീറ്റപ്പിൽ പങ്കെടുത്ത പലരും ഫോട്ടോകളും ദൃശ്യങ്ങളും വാട്സാപ്പിലും ഇൻസ്റ്റഗ്രാമിലും സ്റ്റാറ്റസായും റീലുകളായും പങ്കുവച്ചിരുന്നു. വൈറ്റില ബാർ ആക്രമണ കേസിൽ ഒന്നാം പ്രതിയായ ഔറംഗസേബിനെ പോലീസ് തിരയുമ്പോഴാണ് ഗുണ്ടാ മീറ്റപ്പ് നടന്നത്. സംഭവം നടന്ന് 2 ആഴ്ചയിലധികമായി ഔറംഗസേബ് തിരുവനന്തപുരം ജില്ലയിൽ ഒളിവിലുണ്ടെന്നാണ് വിവരം. CPM ബന്ധമുള്ള തലസ്ഥാനത്തെ കുപ്രസിദ്ധ ഗുണ്ടകളാണ് ഇയാൾക്ക് ഒളിത്താവളം ഒരുക്കുന്നതെന്നാണ് സൂചന. ബാറിൽ വടിവാളുമായി എത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സംഘത്തിൽ ഔറംഗസേബിന്റെ കാമുകിയും ഉണ്ടായിരുന്നു. ഈ കേസിൽ അറസ്റ്റിലായ അലീനയുടെ പിറന്നാൾ ആഘോഷത്തിനാണ് ഗുണ്ടകൾ ഒത്തുചേർന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം, കൊച്ചി. പല വീടുകളിലും ദമ്പതികൾ തമ്മിൽ വഴക്കവും പ്രശ്നവും ഉണ്ടാകുമ്പോൾ അവിടെ ഉള്ളിൽ നീറുന്ന വേദനയോടെ ജീവിക്കുന്ന മക്കളുണ്ടാകും. കുഞ്ഞുങ്ങളുടെ കൺമുന്നിലാണ് അച്ഛനും അമ്മയും പരസ്പരം തമ്മിലടിക്കുന്നത്. കുടുംബത്തിലെ സംഘർഷങ്ങൾ കണ്ടു വളരുന്ന കുട്ടികളുടെ മനസ്സ് അങ്ങേയറ്റം മുറിവേൽക്കാറുണ്ട്. തൃശൂർ കാരമുക്കിയിലെ 2 പിഞ്ചു മക്കളുടെ ദുരിത കഥയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ചെറുപ്പത്തിൽ അച്ഛനെ നഷ്ടപ്പെട്ട കുട്ടികൾ, പിന്നീട് അമ്മയും രണ്ടാനച്ഛനും തമ്മിലുള്ള കലഹം കണ്ടു വളർന്ന ബാല്യം, ഒടുവിൽ അമ്മയുടെ കൊലപാതകം നേരിൽ കണ്ടതിൻ്റെ നടുക്കം. ചാലക്കുടി സ്വദേശിനി നീതുവിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ട്.
രാവിലെ മക്കളാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിന് ശേഷം രണ്ടാം ഭർത്താവ് സലീഷിനെ കാണാതായതോടെ സംശയം അയാളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത അന്തിക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രാവിലെയാണ് കാഞ്ഞാണി കാരമുക്കിലെ വാടക വീട്ടിൽ 34-കാരി നീതുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അമ്മയെ വിളിച്ചിട്ടും എഴുന്നേൽക്കാതിരുന്നതോടെ മക്കളാണ് സമീപവാസികളെ വിവരമറിയിച്ചത്. ഇവർ എത്തി പരിശോധിച്ചതോടെ മരണം ഉറപ്പിച്ചു. നീതുവിന്റെ ഭർത്താവ് സലീഷിനെ തെരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല. ഇതോടെ നാട്ടുകാർ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. കിടപ്പമുറിയിലെ മെത്തയിൽ മലർന്നു കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മെത്തയ്ക്ക് മുകളിൽ ഷാൾ ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു കുരുക്കും കാണപ്പെട്ടു. ഭർത്താവ് സലീഷ് യുവതിയെ കൊലപ്പെടുത്തിയതാണെന്ന് സംശയമുണ്ട്. കൊലപാതകത്തിന് ശേഷം മൃതദേഹം കെട്ടിത്തൂക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടതോടെ ഇയാൾ രക്ഷപ്പെട്ടതാകാമെന്നും പോലീസ് സംശയിക്കുന്നു. മൂന്ന് വർഷത്തിലേറെയായി കാഞ്ഞാണിയിലെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് ചാലക്കുടി സ്വദേശിയായ നീതു. യുവതി രണ്ടാമത് വിവാഹം കഴിച്ചയാളാണ് സലീഷ്. കാഞ്ഞാണി മാർക്കറ്റിലെ തൊഴിലാളിയായ സലീഷും യുവതിയും 6 മാസത്തിലേറെയായി കാരമുക്കിലെ വാടക വീട്ടിൽ താമസിച്ചു വരികയാണ്. നീതുവിന്റെ ആദ്യ വിവാഹത്തിലെ 2 കുട്ടികളും ഇവർക്കൊപ്പമാണ് താമസിച്ചിരുന്നത്. ഇരുവരും തമ്മിൽ വഴക്ക് പതിവായിരുന്നെന്ന് കുട്ടികൾ പോലീസിന് മൊഴി നൽകി. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് നീതുവിന്റെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കാണാതായ ഭർത്താവ് സലീഷിനായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിലെ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകൂ എന്നും അന്തിക്കാട് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തൃശൂർ. കൊച്ചി നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ആളൊഴിഞ്ഞ ക്വാർട്ടേഴ്സ്, പകലും രാത്രിയും സാമൂഹ്യ വിരുദ്ധരുടെ താവളം. നോർത്ത് റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് കാടുകയറി കിടക്കുന്ന ആ പ്രദേശത്തേക്ക് പോകാൻ ഭയം തോന്നും. അങ്ങനെ നാളുകളായി അടച്ചിട്ട ക്വാർട്ടേഴ്സിനുള്ളിൽ അജ്ഞാത മൃതദേഹം. മലയാളി എന്ന് സംശയിക്കുന്ന യുവാവിനെയാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വലതു ചെവിയുടെ ഭാഗത്തുണ്ടായ മുറിവിൽ നിന്ന് രക്തം വാർന്ന നിലയിൽ. ഇടതു നെഞ്ചിൽ ചെറിയ മുറിവുകൾ. കൊലപാതകമെന്നാണ് പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകുമെന്ന് എറണാകുളം സെൻട്രൽ പോലീസ് പറഞ്ഞു. എറണാകുളം കലാഭവൻ റോഡിൽ നോർത്ത് റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള സ്വകാര്യ ആശുപത്രിയുടെ പഴയ ക്വാർട്ടേഴ്സിലാണ് അജ്ഞാത മൃതദേഹം കണ്ടെത്തിയത്. അറ്റകുറ്റപ്പണികൾ നടത്താൻ തീരുമാനിച്ചിരുന്നതിനാൽ കുറെ നാളുകളായി ഇവിടെ ആൾതാമസമൊന്നുമില്ല. വാതിലുകൾ പൂട്ടിയ നിലയിൽ. കെട്ടിടത്തിന്റെ വൈദ്യുതി സംബന്ധമായ ജോലികൾക്കായി എത്തിയ ഇലക്ട്രീഷ്യനാണ് മൃതദേഹം കണ്ടത്. ഉടൻ പോലീസിനെ വിവരം അറിയിച്ചു. 25 വയസ്സ് തോന്നിക്കുന്നയാളെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മലയാളി എന്ന് സംശയിക്കുന്നു. സെൻട്രൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തിയെങ്കിലും യുവാവിനെ തിരിച്ചറിയാൻ ആവശ്യമായ രേഖകളൊന്നും കണ്ടെത്തിയില്ല. കാട് പിടിച്ചു കിടന്നിരുന്ന ക്വാർട്ടേഴ്സ് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. മാസങ്ങളായി അറ്റകുറ്റപ്പണികൾക്കായി ഒഴിഞ്ഞുകിടന്നിരുന്ന കെട്ടിടത്തിന്റെ വാതിൽ തുറന്ന നിലയിലാണ്. തൊട്ടടുത്തുണ്ടായിരുന്ന കെട്ടിടങ്ങളിലും അതിഥി തൊഴിലാളികളാണ് താമസിച്ചിരുന്നത്.
ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷമേ മരണകാരണം വ്യക്തമാക്കുകയുള്ളൂവെന്ന് സെൻട്രൽ പോലീസ് പറഞ്ഞു. ന്യൂസ് 18 കൊച്ചി. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ വിധി എന്താകും? നടൻ ദിലീപിന് എന്ത് ശിക്ഷയാകും ലഭിക്കുക? വർഷങ്ങളായി കേരളം കാത്തിരിക്കുന്ന വിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറയുക. 2017 ഫെബ്രുവരി 17 ഷൂട്ടിങ്ങിന് ശേഷം തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തേക്കുള്ള യാത്രക്കിടെ നടിയെ ആക്രമിച്ചെന്നും ഇതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയെന്നുമാണ് കേസ്. സിനിമാ ലോകത്തെ കൊട്ടേഷൻ മാഫിയെക്കുറിച്ച് പുറംലോകമറിഞ്ഞ സംഭവം കൂടിയായിരുന്നു നടിയാക്രമണ കേസ്. 8ാം പ്രതിയായ നടൻ ദിലീപ് അടക്കമുള്ളവർക്ക് ഏറെ നിർണായകമാണ് കോടതി വിധി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ രാവിലെ 11-നാണ് നടപടികൾ ആരംഭിക്കുക. നടൻ ദിലീപ് കേസിൽ 8ാം പ്രതിയാണ്. നടിയെ ബലാത്സംഗം ചെയ്ത് ദൃശ്യങ്ങൾ പകർത്തിയ പൾസർ സുനിയാണ് കേസിൽ 1ാം പ്രതി. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പ്രതികളടക്കം 10 പേരാണ് വിചാരണ നേരിടുന്നത്. 2017 ഫെബ്രുവരി 17 ഷൂട്ടിങ്ങിന് ശേഷം തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രക്കിടെ നടി ആക്രമിച്ചുവെന്നും ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയെന്നുമാണ് കേസ്. 2019 കേസിൽ വിചാരണ നടപടി തുടങ്ങിയത്. 261 സാക്ഷികളെ വിസ്തരിച്ച കോടതി 1700 രേഖകളും പരിഗണിച്ചു. 2017 ഫെബ്രുവരിയിൽ അറസ്റ്റിലായ പൾസർ സുനിക്ക് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. വിചാരണ നടപടി വൈകുന്നതിൽ കടുത്ത അതൃപ്തി അറിയിച്ചാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. ആക്രമിക്കപ്പെട്ട നടിയോടുള്ള വ്യക്തിവിരോധത്തെ തുടർന്ന് ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തു എന്നാണ് ദിലീപിനെതിരായ കേസ്. എന്നാൽ തന്നെ കേസിൽ പെടുത്തതാണെന്നും പ്രോസിക്യൂഷൻ കെട്ടിച്ചമച്ച തെളിവുകളാണെന്നുമാണ് കോടതിയിൽ ദിലീപിന്റെ വാദം. അതേസമയം വിചാരണയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. നടി ആക്രമിക്കപ്പെട്ട 5ാം ദിവസം ദിലീപ് മുഖ്യമന്ത്രി പിണറായി വിജയന് സന്ദേശം അയച്ചുവെന്ന വിവരമാണ് പുറത്തുവന്നത്. 2017 ഫെബ്രുവരി 22 സന്ദേശം അയച്ചത്. തെറ്റ് ചെയ്യാത്ത താൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്നായിരുന്നു സന്ദേശം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും ദിലീപ് ഇത്തരത്തിൽ സന്ദേശം അയച്ചിരുന്നു. പ്രതി പൾസർ സുനിയാണെന്ന് പുറത്തു വന്നതോടെ ദിലീപ് സമ്മർദ്ദത്തിലായെന്നും ഇതോടെ അന്വേഷണം തന്നിലേക്ക് എത്തുമെന്ന് ഭയന്നുവെന്നുമാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് സന്ദേശം അയച്ചതെന്നാണ് പ്രോസിക്യൂഷൻ വാദം. ഈ സന്ദേശം പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. കാവ്യ മാധവനുമായുള്ള ദിലീപിന്റെ ബന്ധം അന്നത്തെ ഭാര്യയായിരുന്ന മഞ്ജു വാര്യരോട് ആക്രമിക്കപ്പെട്ട നടി പറഞ്ഞതിലുള്ള വൈരാഗ്യമാണ് കൃത്യത്തിന് കാരണമെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസാണ് കേസിൽ സാക്ഷി വിസ്താരം പൂർത്തിയാക്കിയത്. ന്യൂസ് 18 കൊച്ചി. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ഒളിത്താവളം തിരിച്ചറിഞ്ഞിട്ടും പോലീസിന് എന്തുകൊണ്ടാണ് അയാളെ പിടികൂടാൻ കഴിയാതിരുന്നത്? ഓരോ ദിവസവും ഒളിത്താവളങ്ങൾ മാറി മാറിയുള്ള യാത്ര. പോലീസിൻ്റെ ഓരോ നീക്കങ്ങളും അയാൾ മുൻകൂട്ടി അറിഞ്ഞു. ഒടുവിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞതോടെ രാഹുലിനെ തേടിപ്പോയ അന്വേഷണ സംഘം കേരളത്തിലേക്ക് മടങ്ങിയിരിക്കുന്നു. കർണാടക കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനായുള്ള അന്വേഷണം നടത്തിയത്. 2ാമത്തെ കേസിൽ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അന്വേഷണ സംഘം ഊർജിതമാക്കിയിട്ടുണ്ട്.
ദിവസങ്ങളായി ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാമത്തെ കേസിൽ കൂടി മുൻകൂർ ജാമ്യം ലഭിച്ചാൽ മാത്രമേ കേരളത്തിലേക്ക് മടങ്ങി വരാൻ സാധ്യതയുള്ളൂ എന്നാണ് വിവരം. ആദ്യ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞെങ്കിലും അന്വേഷണ ഭാഗമായി രാഹുൽ മാങ്കൂട്ടത്തിന് നോട്ടീസ് അയക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. രണ്ടാമത്തെ കേസിൽ യുവതി ഇതുവരെ മൊഴി നൽകിയിട്ടുമില്ല. അവരിൽ നിന്നും നേരിട്ട് മൊഴിയെടുക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. മൊഴി നൽകാൻ തയ്യാറാണെന്ന് ബംഗളൂരു സ്വദേശിനിയായ 23-കാരി അറിയിച്ചിരുന്നു. ഈ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി തിങ്കളാഴ്ച പരിഗണിക്കുമ്പോൾ രാഹുലിനെതിരെ കൂടുതൽ തെളിവുകൾ ഹാജരാക്കാനും SIT നീക്കം നടത്തുന്നു. രാഹുൽ കർണാടകയിൽ തന്നെ ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. കർണാടകയിൽ ഒളിവിൽ കഴിയാൻ അവിടുത്തെ ഭരണകക്ഷിയായ കോൺഗ്രസിന്റെ സഹായം ലഭിക്കുന്നുണ്ടെന്നാണ് CPM ഉൾപ്പെടെ ആരോപിക്കുന്നത്. എന്നാൽ ഹൈക്കോടതി അറസ്റ്റ് തടയുന്നതിന് മുൻപ് രാഹുലിനെ പിടികൂടാൻ സാധിക്കാത്തതിൽ പോലീസിനും ആഭ്യന്തര വകുപ്പിനും എതിരെ വിമർശനം വ്യാപകമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ കേസിൽ കോടതി അറസ്റ്റ് തടഞ്ഞിട്ടില്ല. നവംബർ 27-നാണ് രാഹുലിനെതിരെ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. പരാതി പോലീസിന് കൈമാറിയതോടെ രാഹുൽ ഒളിവിൽ പോയി. രാഹുൽ കർണാടകയിലാണെന്ന് കണ്ടെത്തിയിട്ടും പിടികൂടാൻ പോലീസിനു കഴിഞ്ഞിട്ടില്ല. കേരള പോലീസ് അതിർത്തിയിലെത്തിയപ്പോൾ തന്നെ ആ വിവരം രാഹുലിന് കിട്ടി. ഇതിന് പിന്നിൽ കർണാടകയിലെ ഉന്നതരുണ്ടെന്നാണ് ആരോപണം. ബംഗളൂരുവിലെ ഫാം ഹൗസുകളിലാണ് രാഹുലിന്റെ ഒളിവ് ജീവിതമെന്ന് പോലീസ് പറയുന്നു. കർണാടക പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരെ കേരളത്തിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടിട്ടും കാര്യമായ സഹകരണമില്ല. 10ഓളം ഒളിത്താവളങ്ങൾ രാഹുൽ ഇതിനകം മാറിയതായി പോലീസിന് വിവരം കിട്ടിയിട്ടുണ്ട്. കേരള പോലീസിൽ നിന്ന് വിവരങ്ങൾ ചോടുന്നതായും സംശയമുണ്ട്. നടപടികൾ മന്ദഗതിയിലായതോടെയാണ് അന്വേഷണ സംഘം ബംഗളൂരുവിൽ നിന്ന് മടങ്ങിയത്. ഈ മാസം 15-നാണ് ഹൈക്കോടതി ഇനി കേസ് പരിഗണിക്കുക. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പാലക്കാട് ഒറ്റപ്പാലത്ത് വ്യവസായിയെ തോക്കു ചൂണ്ടി തട്ടിക്കൊണ്ടുപോയത് സാമ്പത്തിക ഇടപാടിന്റെ പേരിലോ? കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് വണ്ടൂർ സ്വദേശിയെ മുഹമ്മദ് അലിയെ കാർ തടഞ്ഞു നിർത്തി തോക്കു ചൂണ്ടി തട്ടിക്കൊണ്ടുപോയത്. സംഭവത്തിന് പിന്നിൽ ബിസിനസ് രംഗത്തെ വൈരാഗ്യമെന്ന മുഹമ്മദ് അലി പോലീസിനോട് വെളിപ്പെടുത്തി. കൊട്ടേഷൻ സംഘത്തിൽ നിന്നും രക്ഷപ്പെട്ട വ്യവസായി മുഹമ്മദ് അലി വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. തൃത്താല തിരുമുറ്റിക്കോട് നിന്ന് ശനിയാഴ്ച വൈകിട്ട് ഒരു സംഘം ആളുകൾ തട്ടിക്കൊണ്ടുപോയ വ്യവസായി വണ്ടൂർ സ്വദേശി CP മുഹമ്മദ് അലിയെ കോതക്കുറിശ്ശിയിൽ നിന്നാണ് കണ്ടെത്തിയത്. തട്ടിക്കൊണ്ടുപോയ ശേഷം മുഹമ്മദ് അലിയെ കോതക്കുറിശ്ശി ഭാഗത്തെ വീട്ടിൽ തടവിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. കൊട്ടേഷൻ സംഘം മദ്യപിച്ച് അബോധാവസ്ഥയിലായതിനു പിന്നാലെയാണ് മുഹമ്മദ് അലി രക്ഷപ്പെട്ടത്. നാട്ടുകാരാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തോക്ക് ചൂണ്ടി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയത് വലിയ തോതിൽ പരിഭ്രാന്തി പരത്തിയിരുന്നു. കൂറ്റനാട് ഭാഗത്തു നിന്ന് ആറങ്ങോട്ടുകര ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാഹനം ഒരു സംഘം തടഞ്ഞു നിർത്തിയ ശേഷമാണ് തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി മുഹമ്മദ് അലിയെ കാറിൽ കയറ്റിക്കൊണ്ടുപോയത്. സംഭവത്തിൽ ഷൊർണൂർ DYSPയുടെ നേതൃത്വത്തിൽ 7 സംഘങ്ങളായി തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് മുഹമ്മദ് അലിയെ കണ്ടെത്തിയത്. തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ ആരാണെന്ന് തനിക്ക് വ്യക്തമായി അറിയാമെന്നും ബിസിനസ് രംഗത്തെ വൈരാഗ്യമാണ് കാരണമെന്നും മുഹമ്മദ് അലി പോലീസിനോട് വെളിപ്പെടുത്തി. ഒരു കോളേജ് വാങ്ങിയതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളാണ് ഇതിലേക്ക് നയിച്ചതെന്നും അദ്ദേഹം മൊഴി നൽകി. 17 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടിനെക്കുറിച്ച് കൊട്ടേഷൻ സംഘം പറഞ്ഞിരുന്നതായി മുഹമ്മദ് അലിയിൽ നിന്ന് ബന്ധുക്കൾക്കും വിവരം ലഭിച്ചു. ഇത് സംബന്ധിച്ച കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണെന്ന് ബന്ധുക്കൾ പറഞ്ഞു. 5 അംഗ കൊട്ടേഷൻ സംഘമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് സൂചന. പ്രതികളെ തിരിച്ചറിയുന്നതിനും പിടികൂടുന്നതിനുമായി സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു വരികയാണ്. മുഹമ്മദ് അലിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്.
ന്യൂസ് 18 പട്ടാമ്പി. അതീവ ബുദ്ധിശാലികളെന്ന് കരുതുന്ന മലയാളികൾ, പക്ഷേ നമ്മളെ കബളിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ആരെങ്കിലും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പറഞ്ഞ് ചികിത്സാ സഹായമൊക്കെ ചോദിച്ചാൽ അങ്ങ് മനസ്സ് പതറും. പിന്നെ എല്ലാവരുടെയും സഹതാപമാണ്. ഒന്ന് ചിന്തിച്ചേ, ദിവസേന എത്ര ആളുകൾ നമ്മുടെ അടുത്ത് ചികിത്സാ സഹായത്തിന് വേണ്ടി എത്തുന്നുണ്ടാകും. അതിന് അർഹതപ്പെട്ടവരുണ്ട്. എന്നാൽ ചികിത്സാ സഹായത്തിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്നവരെക്കുറിച്ചും അറിയണം. കണ്ണൂരിൽ ചികിത്സാ പിരിവിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തിയത് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് ചമഞ്ഞെത്തിയ ആളാണ്. കേസിൽ കണ്ണൂർ പറശ്ശിനിക്കടവ് സ്വദേശി ബോബി സെബാസ്റ്റ്യനെ കണ്ണൂർ ടൗൺ പോലീസ് പിടികൂടി. ഹോട്ടൽ ജീവനക്കാരൻ്റെ പരാതിയിലാണ് നടപടി. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്ന് പറഞ്ഞ് ചികിത്സാ സഹായത്തിന് 50,000 രൂപ ആവശ്യപ്പെട്ടതായാണ് പരാതി. ചികിത്സാ സഹായം നൽകുന്നതിന് മന്ത്രി ആവശ്യപ്പെട്ടതനുസരിച്ച് പണം വേണമെന്നറിയിച്ച് ഇത്തരത്തിൽ വിവിധ സ്ഥാപനങ്ങളെ ബോബി സെബാസ്റ്റ്യൻ സമീപിച്ചിരുന്നു. ഈ ആവശ്യവുമായി കണ്ണൂർ നഗരത്തിലെ സ്കൈ പാലസ് ഉടമയെ ബന്ധപ്പെടുകയും പണം നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഉടമയുടെ നിർദ്ദേശപ്രകാരം മാനേജർ പണം കൈമാറാൻ ഒരുങ്ങുന്നതിനിടെ അക്കൗണ്ട് നമ്പറിൽ സംശയം തോന്നി. തുടർന്ന് കണ്ണൂർ ടൗൺ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. പ്രതിയുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ വ്യക്തമായതിനെ തുടർന്ന് ധർമ്മശാലയിൽ നിന്നാണ് CI ബിനു മോഹനും സംഘവും പറശ്ശിനിക്കടവ് സ്വദേശിയായ ബോബി സെബാസ്റ്റ്യനെ പിടികൂടിയത്. ബോബി കൂടുതൽ ആളുകളെ തട്ടിപ്പിനിരയാക്കിയെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. ആളുകളുടെ വിശ്വാസം പിടിച്ചുപറ്റാൻ ഇയാൾ വ്യാജപേരിൽ രസീത് നൽകുകയും ചെയ്തിരുന്നു. വ്യാജ രസീത് അച്ചടിച്ചതിനും അനധികൃത പണപ്പിരിവ് നടത്തിയതിനുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കണ്ണൂർ. ഉന്നത വിദ്യാഭ്യാസമുള്ളവരും ഉയർന്ന തസ്തികകളിൽ നിന്ന് വിരമിച്ചവരുമൊക്കെ പലവിധ തട്ടിപ്പുകൾക്ക് ഇരകളാകുന്നുണ്ട്. രണ്ടാമതൊന്ന് ആലോചിക്കുക പോലും ചെയ്യാതെയാണ് പലരും തട്ടിപ്പുകാർക്ക് തലവെച്ച് കൊടുക്കുന്നത്. പാലക്കാട് റിട്ടയർഡ് വ്യോമസേനാ ഉദ്യോഗസ്ഥനെ പറ്റിച്ച് 12 ലക്ഷം രൂപ തട്ടിയെടുത്തത് നുണക്കഥ വിശ്വസിപ്പിച്ചാണ്. സർവീസിലിരിക്കെ പാകിസ്ഥാൻ തീവ്രവാദ സംഘടനയ്ക്ക് വേണ്ടി ചാരപ്രവൃത്തി നടത്തിയതിൻ്റെ പേരിൽ കേസുണ്ടെന്നും ഇതൊഴിവാക്കാമെന്നും പറഞ്ഞാണ് സംഘം പണം തട്ടിയത്. കേസിൽ മലപ്പുറം കോരങ്കോട് സ്വദേശിനി ഹസീന അറസ്റ്റിലായി. ഇവരുടെ ഭർത്താവ് അബ്ദുൾ റസാഖും സുഹൃത്തും ഒളിവിലാണ്. പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പാലക്കാട് ചന്ദ്രനഗർ സ്വദേശിയായ മുൻ വ്യോമസേന ഉദ്യോഗസ്ഥനെയാണ് സംഘം തട്ടിപ്പിനിരയാക്കിയത്. 3 മാസം മുൻപാണ് സംഭവം. ഇദ്ദേഹം സർവീസിലുണ്ടായിരുന്നപ്പോൾ പാകിസ്ഥാൻ തീവ്രവാദ സംഘടനയ്ക്ക് വേണ്ടി ചാരവൃത്തി നടത്തിയതായി വിവരം കിട്ടിയെന്നും ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസുണ്ടെന്നും പറഞ്ഞ വ്യാജരേഖകൾ ഉൾപ്പെടെ ഹാജരാക്കിയാണ് തട്ടിപ്പ് സംഘം ആദ്യം സമീപിച്ചതെന്ന് പോലീസ് പറയുന്നു. കള്ളക്കേസാണെന്ന് മനസ്സിലായിട്ടുണ്ടെന്നും രക്ഷപ്പെടുത്താമെന്നും അക്കൗണ്ടിലുള്ള പണം താൽക്കാലികമായി മാറ്റി സൂക്ഷിക്കണമെന്നും സംഘം നിർദ്ദേശിച്ചു. ഇത് വിശ്വസിച്ച റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ 7 ലക്ഷം രൂപ ഹസീനയുടെ ചെർപ്പുളശ്ശേരിയിലെ ബാങ്ക് അക്കൗണ്ടിലേക്കും 5 ലക്ഷം രൂപ അബ്ദുൾ റസാഖിന്റെ അക്കൗണ്ടിലേക്കും മാറ്റി. ഉടൻ തന്നെ ഹസീനയുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന പണം ATM വഴി അബ്ദുൾ റസാഖും സുഹൃത്തും പിൻവലിച്ചു. പിന്നീട് സംഘം ഫോൺ സ്വിച്ച് ഓഫ് ആക്കി മുങ്ങി. ഇതോടെയാണ് തട്ടിപ്പിനിരയായ വിവരം റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ തിരിച്ചറിഞ്ഞത്. തുടർന്ന് കസബ പോലീസ് സൈബർ പോലീസിന്റെ സഹായത്തോടെ ബാങ്കിലെ അക്കൗണ്ടും ഫോൺ കോളുകളും മറ്റും പരിശോധിച്ച് നടത്തിയ അന്വേഷണമാണ് തട്ടിപ്പ് സംഘത്തിലേക്കെത്തിയത്. അറസ്റ്റിലായ 37-കാരിയായ ഹസീന മലപ്പുറം കോരൻകോട് കോലത്തൊടി സ്വദേശിയാണ്. ഇവരുടെ അറസ്റ്റിന് പിന്നാലെ ഭർത്താവ് അബ്ദുൾ റസാഖും സുഹൃത്തും ഒളിവിൽ പോയി. ഈ സുഹൃത്ത് പല പേരുകളിലാണ് അറിയപ്പെടുന്നതെന്ന് പോലീസ് പറയുന്നു. ഇവർക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കസബ ഇൻസ്പെക്ടർ M സുജിത, SI H ഹർഷാദ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് 18 പാലക്കാട്.
തൃശൂർ കുന്നംകുളം കീഴൂർ ദേവി ക്ഷേത്രത്തിലെ മോഷണമാണ് പോലീസ് പട്രോൾ ഇനി പരിശോധിക്കുന്നത്. കഴിഞ്ഞ അർദ്ധരാത്രിയിലാണ് കമ്മിറ്റി ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ദേവി വിഗ്രഹം കവർന്നത്. 2 അലമാരകൾ അടിച്ചു തകർത്ത നിലയിലാണ്. സംഭവത്തിൽ കുന്നംകുളം പോലീസ് കേസെടുത്ത അന്വേഷണം തുടങ്ങി. CCTV ക്യാമറകൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ. കുന്നംകുളം കീഴൂർ കാർത്യായനി ദേവീക്ഷേത്രത്തിലെ കമ്മിറ്റി ഓഫീസിലാണ് മോഷണം നടന്നത്. കമ്മിറ്റി ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ഓടിന്റെ ദേവീ വിഗ്രഹം കവർന്നു. ശനിയാഴ്ച അർദ്ധരാത്രിയിലാണ് മോഷണം നടന്നതെന്നാണ് നിഗമനം. പുലർച്ചെ 5 മണിയോടെ മാനേജർ ചന്ദ്രൻ ക്ഷേത്ര കമ്മിറ്റി ഓഫീസ് തുറന്നപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. 2 അലമാരകൾ കുത്തിപ്പൊളിച്ച നിലയിലാണ്. പൂരം കഴിഞ്ഞതിനാൽ അമ്പലത്തിലെ ഭണ്ഡാരവരവ് കഴിഞ്ഞ ദിവസം എണ്ണി തിട്ടപ്പെടുത്തി കൊണ്ടുപോയിരുന്നു. സമിതി ഓഫീസിലെ പണം സെക്രട്ടറി വീട്ടിലേക്കും കൊണ്ടുപോയി. ഇതിനാൽ കാര്യമായ പണം നഷ്ടപ്പെടാൻ സാധ്യതയില്ലെന്ന് അമ്പല കമ്മിറ്റി പ്രസിഡന്റ് ബിനീഷ് നേടിയടത്ത് അറിയിച്ചു. കമ്മിറ്റി ഭാരവാഹികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മേഖലയിലെ CCTV ക്യാമറകൾ ഉൾപ്പെടെ പരിശോധിച്ച് മോഷ്ടാവിനായി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 തൃശൂർ. തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ വോട്ടർമാരെ പാട്ടിലാക്കാൻ ചില രാഷ്ട്രീയ പാർട്ടികൾ മദ്യവും പണവും ഒക്കെ ഒഴുക്കാറുണ്ട്. പോലീസിൻ്റെയും എക്സൈസിൻ്റെയും കണ്ണുവെട്ടിച്ച് ഇതെത്തിക്കാൻ പ്രത്യേക സംഘങ്ങളെ തന്നെ നിയോഗിക്കും. എന്നാൽ മദ്യക്കടത്തുകാരെ പിടികൂടാൻ എക്സൈസ് പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. ഇടുക്കിയിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ പിടിയിലായത് LDFിൻ്റെ പ്രാദേശിക നേതാവ്. മാങ്കുളം പഞ്ചായത്ത് ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് കൺവീനറും RJD നേതാവുമായ ദിലീപ് കുമാറാണ് 10 ലിറ്റർ വിദേശ മദ്യവുമായി പിടിയിലായത്. കൈവശം വയ്ക്കാവുന്നതിൽ കൂടുതൽ വിദേശ മദ്യവുമായാണ് മാങ്കുളം പഞ്ചായത്ത് ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് കൺവീനറും RJD നേതാവുമായ ദിലീപ് കുമാർ പിടിയിലായത്. കഴിഞ്ഞ ദിവസം രാത്രി അടിമാലി നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അടിമാലി മേഖലയിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പിടികൂടിയത്. വാഹനത്തിൽ നിയമവിരുദ്ധമായി കടത്തുകയായിരുന്ന 10 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായാണ് ദിലീപ് കുമാർ എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത്. അനധികൃതമായി മദ്യം കൈവശം വെച്ചതിന് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മൻസൂർ OHും സംഘവുമാണ് പരിശോധന നടത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. സംസ്ഥാനത്ത് പലയിടത്തും കൊട്ടിക്കലാശത്തിനിടെ സംഘർഷം. തിരുവനന്തപുരം കല്ലമ്പലത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 5 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഇരുവിഭാഗങ്ങളുടെയും പരാതിയിൽ കല്ലമ്പലം പോലീസ് കേസെടുത്തു. കോട്ടയം കടുത്തുരുത്തി ഞീഴൂർ പഞ്ചായത്തിൽ CPM BJP സംഘർഷമുണ്ടായി. ഇടുക്കി കട്ടപ്പന വെട്ടിക്കുഴക്കവലയിൽ UDF റിബൽ സ്ഥാനാർത്ഥിക്കൊപ്പമുള്ള പ്രവർത്തകർക്ക് മർദ്ദനമേറ്റു. മർദ്ദിച്ചത് ഔദ്യോഗിക വിഭാഗമെന്ന് ആരോപണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുക്കാൻ SIT. തട്ടിപ്പ് സംഘത്തിന് അന്താരാഷ്ട്ര ബന്ധമുണ്ടെന്നാരോപിച്ച് അന്വേഷണ സംഘത്തിന് കത്തയച്ചതിന് പിന്നാലെയാണ് നീക്കം. പാലക്കാട് അട്ടപ്പാടി ആറിലമലയിൽ 763 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്.
കഴിഞ്ഞ ദിവസം പട്ടാമ്പിയിൽ നിന്ന് കാണാതായ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പട്ടാമ്പി കക്കടത്തുമടത്തിൽ സുബ്രഹ്മണ്യനാണ് മരിച്ചത്. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. ഒന്നുമില്ലായ്മയിൽ നിന്നും വളർന്നു വന്ന് ഈ ലോകത്തെ ഭരിച്ചവരെയും നിയന്ത്രിച്ചവരെയും ചരിത്രത്താളുകളിൽ കാണാം. ഭരണാധികാരികൾ മാത്രമല്ല, കായിക രംഗത്തും സിനിമാ മേഖലയിലുമൊക്കെ ഇങ്ങനെ ഹീറോയായി മാറിയവരുണ്ടല്ലേ. എന്നാൽ ഇതുപോലെ താരമായി വളർന്ന ചില മനുഷ്യരുടെ പതനവും നമ്മൾ കണ്ടിട്ടുണ്ട്. ആ വ്യക്തികളുടെ അധികാരമോഹവും അഹങ്കാരവും മറ്റുള്ളവരെ ഇല്ലാതാക്കണമെന്ന ചിന്തയുമൊക്കെയാകും അവരുടെ വീഴ്ചയ്ക്ക് കാരണം. വെറും ഒരു മിമിക്രിക്കാരിൽ നിന്നും മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന ജനപ്രിയ നായകനായി മാറിയ ദിലീപിൻ്റെ ജീവിതകഥയും അങ്ങനെയാണ്. താരപരിവേഷത്തിൽ നിന്നപ്പോൾ ഒട്ടേറെ പേരെ അയാൾ ചവിട്ടി വീഴ്ത്തിയിട്ടുണ്ട്, ഇല്ലാതാക്കാൻ നോക്കിയിട്ടുണ്ട്. പണവും പ്രശസ്തിയും അധികാരവും ഉണ്ടെങ്കിൽ ആരെയും നശിപ്പിക്കാമെന്ന തോന്നലായിരുന്നു ദിലീപിൻ്റെ വീഴ്ചയ്ക്ക് കാരണം. നടിയാക്രമണ കേസിൽ ദിലീപ് കുറ്റക്കാരനാകാം, ചിലപ്പോൾ വെറുതെ വിടാം. പക്ഷേ അയാളുടെ ജീവിതം നമുക്കൊക്കെ ഒരു പാഠമാകണം. എത്ര പണവും പ്രശസ്തിയും ഉണ്ടെങ്കിലും കാലിടറിയാൽ നിലം പതിക്കാൻ പിന്നെ നിമിഷം നേരം മതി. അതിനാൽ നമ്മുടെ വളർച്ചയിൽ മറ്റുള്ളവരെ ചവിട്ടി താഴ്ത്താതെ, അഹങ്കരിക്കാതെ, വിനയത്തോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം കേട്ടോ. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാവും. നമസ്കാരം.